ഏകോപന സമിതി പട്ടിമറ്റം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. പട്ടിമറ്റം വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് വി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ ടി അസൈനാർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചെറുകിട വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇവിടെ എല്ലാവരുമായിട്ട് സൗഹാർദ്ദത്തിൽ പോകുന്ന പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ MLA യും MP യും അതുപോലെ നമ്മൾ പട്ടിമറ്റ കച്ചവടക്കാർ എല്ലാ കാര്യങ്ങൾക്കും വളരെ ആത്മാർത്ഥമായ രീതിയിൽ എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്നതിൻ്റെ ഭാഗമാണ് എല്ലാ രാഷ്ട്രീയക്കാരെയും പെടുത്തിക്കൊണ്ട് ഞങ്ങൾ സ്വീകരണം കൊടുത്തത്. പക്ഷേ ഇത് ഇന്ന് മാത്രമല്ല, എപ്പോഴും നമ്മളങ്ങനെ ഏത് സമയത്ത് ഇലക്ഷനിൽ വന്നാലും ഇവരെയൊക്കെ വിളിച്ചൊരു സ്വീകരണം കൊടുത്ത് എല്ലാവരും കൂട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ പട്ടിമറ്റ യൂണിറ്റ് പോകുന്നത്. എല്ലാവരും മാതൃകയായ രീതിയിലാണ് നമ്മൾ പോകുന്നത്. എല്ലാവരുമായിട്ട് ഐക്യത്തിൽ കൂടെ പോകുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ഇന്നിവിടെ ത്രിതല പഞ്ചായത്തിൻ്റെ സ്വീകരണ പരിപാടിയായിരുന്നു. ഈ പഞ്ചായത്ത് സ്വീകരണം ഇവിടെ ഇന്ന് പുത്തിരിയല്ല. എല്ലാ 5 വർഷം കൂടി തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിനിധികളെ പട്ടിമറ്റം യൂണിറ്റ് വളരെ ഭംഗിയായിട്ട് സ്വീകരിക്കുന്ന പതിവ് പഴയ കാലം മുതലുണ്ട്. അതല്ല, പഞ്ചായത്തിൻ്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും ഒരു യൂണിറ്റ് ചെയ്യാവുന്ന എല്ലാ കടമകളും നിർവഹിക്കുന്ന ഒരു യൂണിറ്റാണ് പട്ടിമറ്റം. ഇതിന് മുൻപിരുന്ന പ്രസിഡന്റ് ആവശ്യപ്പെട്ടത് പഞ്ചായത്തിൽ വന്ന അംഗങ്ങൾക്ക് മുഷിപ്പില്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് TV മേടിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ TV മേടിച്ചുകൊണ്ട് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ പഞ്ചായത്തിൻ്റെ എന്ത് ചെറിയ ആവശ്യങ്ങൾക്കും കളക്ഷൻ സെൻ്ററായാലും മറ്റെന്തെങ്കിലും എന്ത് പ്രശ്നങ്ങൾക്കും ഈ യൂണിറ്റിൻ്റെ സജീവമായ പങ്കാളിത്തം ഉണ്ട്. അത് മേലിലും തുടരും. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ പഞ്ചായത്ത് ഭരണസമിതിയും ഈ പട്ടിമറ്റം വ്യാപാരി വ്യവസായ സംഘടനയും വളരെ താല്പര്യത്തോടും ആത്മാർത്ഥത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് പട്ടിമറ്റം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നിർത്തുന്നു. വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കാമെന്ന് കുന്നത്തുനാട് പഞ്ചായത്ത് പ്രസിഡന്റ് AP കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിന് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുകയുള്ളൂ. ഒന്ന്, ടാക്സ് വിഷയം ഇവിടെ സൂചിപ്പിച്ചു. ടാക്സ് സർക്കാർ കൂട്ടിയതാണ്, പഞ്ചായത്തല്ല. അതുകൊണ്ട് ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്കും അതിൽ ഇളവ് നൽകുവാനോ ഒന്നും കഴിയില്ല എന്ന് വളരെ വ്യസന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നു. പിന്നെ കിറ്റിന്റെ കാര്യം സൂചിപ്പിച്ചു. കിറ്റ് നിങ്ങൾ പറഞ്ഞ അതിനോട് 100% യോജിക്കുന്ന ആളാണ്. സാധാരണ കച്ചവടക്കാരെ അല്ല ഇത് ദ്രോഹിക്കേണ്ടത്. ഇത് ഉൽപാദന സ്ഥലത്ത് അതിന് ലൈസൻസ് കൊടുക്കാതെയും അവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഉൽപ്പാദിപ്പിക്കാൻ അനുവാദം കൊടുക്കുകയും പഞ്ചായത്തുകാരോട് ഇത് പിടിച്ച് ഫൈൻ മേടിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥിതി. മദ്യം വിൽക്കുന്നു, മദ്യം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ കൂടുതലാണെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. ഇത് സർക്കാരിന്റെ നയമാണ്. അപ്പോൾ സർക്കാർ നയങ്ങളൊന്നും തിരുത്തുവാൻ ഒരു പഞ്ചായത്തിനോ ഒന്നും കഴിയില്ല. ചടങ്ങിൽ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പട്ടിമറ്റം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം സുജിത് പോൾ കുന്നത്തുനാട്, വൈസ് പ്രസിഡന്റ് ശ്യാമള സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിർമ്മല സിജു, മഴുവന്നൂർ പഞ്ചായത്ത് അംഗം ജോർജ് എടപ്പരത്തി, കുന്നത്തുനാട് പഞ്ചായത്ത് അംഗങ്ങളായ CA നവാസ്, റാബിയ സലീം, KM ഉല്ലാസ്, സുരേഷ്, അജന അജയൻ, ഐക്കർനാട് പഞ്ചായത്ത് അംഗം കുര്യാക്കോസ്, കിഴക്കമ്പലം പഞ്ചായത്ത് അംഗം രാജൻ എന്നിവരും വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. KVVS ജില്ലാ മണ്ഡലം ഭാരവാഹികളായ സോണി ആന്റണി, CG ബാബു, സുനിൽകുമാർ, റിജി പോൾ, പട്ടിമറ്റം യൂണിറ്റ് ഭാരവാഹികളായ ടോം ജോസഫ്, NB ബാജി, ഷിജു പൗലോസ്, VG ബിനുകുമാർ, TV ബാബുരാജ്, PS സൈനുദ്ദീൻ, KK ബഷീർ, വനിതാ വിംഗ് ഭാരവാഹികളായ ഗ്രേസി ബാബു, ജാസ്മിൻ നസീർ, ഗീത ജയൻ, യൂത്ത് വിംഗ് ഭാരവാഹികളായ മനാഫ്, VS അനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, പട്ടിമറ്റം.